ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന ആർമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡിൻ്റെ, അതായത് AVNLൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഇത്തരം ടാങ്കറുകൾ അല്ലെങ്കിൽ ഇത്തരം കവചിത വാഹനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്നത് നമ്മുടെ ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ തന്നെയാണ് വേക്കൻസിയും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കാരണം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്, അതെല്ലാം വിശദമാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഒരേ നെയിം തന്നെയാണ്, GOCL എജുലാൻഡ്. ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താങ്ക്സ് എന്നുള്ള ബട്ടൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ താങ്ക്സ് തരാവുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് നിങ്ങളുടെ കമൻറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ചാനലിൻ്റെ സപ്പോർട്ടാവും. പിന്നെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താങ്ക്സ് ഇട്ടിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളത് ഡിമാൻഡ് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് നേരെ വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. AVNLൻ്റെ ലോഗോ ഒക്കെ കാണാം. അതിൻ്റെ അവാർഡിലുള്ള എഞ്ചിൻ ഫാക്ടറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ചെന്നൈയിലാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ഒരിക്കലും പെർമനൻറ്റ് വാക്കൻസി അല്ല. ഈവൻ നമുക്ക് 4 വർഷം വരെ കോൺട്രാക്ട് ബേസിൽ ജോലിയാവുന്ന പോസ്റ്റാണ്. അത്യാവശ്യം നമുക്ക് 30,000 മുകളിൽ സാലറിയും പിന്നെ അക്കോമഡേഷനും ക്യാൻറ്റീൻ ഫെസിലിറ്റിയും ഒക്കെ ഉള്ള പോസ്റ്റാണ് കേട്ടോ. ഓക്കെ, PF ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കാണുക. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഓൺലൈൻ ആയിട്ടല്ല, ഓഫ്ലൈൻ ആയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഫീ അടയ്ക്കേണ്ടതായുള്ള രീതിയുണ്ട്, അതെല്ലാം ഞാൻ പറയാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനൊക്കെ ഫ്രീ ആണ് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, എഞ്ചിൻ ഫാക്ടറി അവാർഡ് ചെന്നൈയിലാണ് വാക്കൻസി വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന വാക്കൻസികൾ നമുക്ക് നോക്കാം. സീരിയൽ നമ്പർ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഒന്നാമത്തത് എല്ലാ പോസ്റ്റും ഇവിടെ ജൂനിയർ മാനേജർ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷനാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് വിവിധ സെക്ടറിലാണ്. പ്രൊഡക്ഷനിൽ നിങ്ങൾക്ക് ടോട്ടൽ 2 വേക്കൻസി. ആ 2 വേക്കൻസിയിൽ EWS OBC SC/ST ഒന്നും റിസർവേഷൻ ഇല്ല. ടോട്ടൽ 2 വേക്കൻസി ജനറലാണ്. അപ്പം ഈ പറയുന്ന EWS OBC SC/ST കാൻഡിഡേറ്റ്സിന് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ റിസർവേഷൻ ലഭിക്കില്ല എന്നുള്ളൂ. കട്ട് ഓഫ് ഒക്കെ കോമൺ ആയിട്ട് കട്ട് ഓഫാണ് ഉണ്ടാകുക. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇനി അടുത്തതും നിങ്ങൾക്ക് ഇതുപോലെ ക്വാളിറ്റിയിലാണ്. ക്വാളിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 3 വേക്കൻസിയാണ് ടോട്ടൽ. ആ 3 ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഡിസൈനാണ്. ഡിസൈനിൽ 1 വേക്കൻസിയാണ്, 1 വേക്കൻസി ജനറലാണ്. ദെൻ അടുത്ത HR ആണ്. HR-ൽ 1 വേക്കൻസി ജനറലാണ്, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ PWD കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയിട്ടുള്ള വേക്കൻസികളോട് അവിടെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് സർവീസ്മാന് റിസർവ്ഡ് വേക്കൻസിയും സെപ്പറേറ്റ് ആയിട്ട് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഹൊറിസോണ്ടൽ വേക്കൻസീസ്. ഇനി ഇതിൻ്റെ സേഫ്റ്റിയിൽ നമുക്കൊരു വേക്കൻസിയാണ്, ജനറലാണ്, ആർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ F&A, അതായത് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ 1 വേക്കൻസി ജനറലായിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പോർട്ട് 1 വേക്കൻസിയാണ് ജനറലായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ജൂനിയർ ടെക്നീഷ്യനാണ് വരുന്നത്. ജൂനിയർ മാനേജർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ ജൂനിയർ ടെക്നീഷ്യനാണ് വരുന്നത്. ജൂനിയർ ടെക്നീഷ്യനിലേക്ക് നിങ്ങൾക്ക് ജനറൽ 27, പിന്നെ നിങ്ങൾക്ക് EWS-ന് 5, OBC-ക്ക് 15, SC-ക്ക് 11, ST കാൻഡിഡേറ്റ്സിന് വേക്കൻസി ഇല്ല, അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ 58 വേക്കൻസി അതിൽ വരുന്നുണ്ട്. പിന്നെ ജൂനിയർ ടെക്നീഷ്യൻ മെഷീനിസ്റ്റ് വരുന്നുണ്ട്. മെഷീനിസ്റ്റിൽ നിങ്ങൾക്ക് 6 വേക്കൻസി ജനറൽ, 1 വേക്കൻസി EWS, 2 OBC-ക്ക്, 2 SC-ക്ക്, ടോട്ടൽ 11 വേക്കൻസി. ഇനി നിങ്ങൾക്ക് വെൽഡറിൽ 1 വേക്കൻസിയാണ്, ആ 1 വേക്കൻസി ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 80 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ PWD തന്നെ ഏതൊക്കെ കാറ്റഗറിക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള സ്യൂട്ടബിലിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ചെക്ക് ചെയ്യണേ. ഇനി നമ്മളിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ പറയാം. അപ്പോൾ എക്സ്പീരിയൻസ് നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്തിട്ട് അത് പരിഗണിക്കുന്നതാണ് കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട. പ്രൊഡക്ഷനാണ് ജൂനിയർ മാനേജർ. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷനാണ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ. അത് ഈ പറഞ്ഞിരിക്കുന്ന BA or BTech നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ BA or BTech ഉണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ വൈസ് നിങ്ങൾ ഇതിലേക്ക് എലിജിബിൾ ആണ്. എക്സ്പീരിയൻസിൻ്റെ കാര്യം അവിടെ നോക്കിയാൽ മതി. ഇതിനടുത്ത് ജൂനിയർ മാനേജറാണ്, ഇത് ക്വാളിറ്റി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെറ്റലർജി അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന
ക്വാളിറ്റി എഞ്ചിനീയറിങ്ങിലുള്ള ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ക്വാളിറ്റി എഞ്ചിനീയറിങ്ങിലുള്ള MEO അല്ലെങ്കിൽ MTechോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ജൂനിയർ മാനേജർ ഡിസൈൻ ആണ്. ഡിസൈനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ഓർ ടൂൾ എഞ്ചിനീയറിങ്ങിലുള്ള ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഫൻസ് ടെക്നോളജിയിലുള്ള MTech ഉണ്ടായിരിക്കണം. അതിൽ സ്പെഷ്യലൈസേഷൻ ഡിഫൻസ് ടെക്നോളജിയിൽ കോമ്പാക്ട് വെഹിക്കിൾ എഞ്ചിനീയറിങ്ങിലുള്ള സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം, ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വെറും BR BTech വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, MTechും പാടെ വേണം. ഇനി അടുത്തത് ജൂനിയർ മാനേജർ ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ ആണ്. ഓക്കെ, പ്ലസ് അതായത് എനി ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ഇയർ ഡ്യൂറേഷനുള്ള MBA അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പറയുന്നത്. അത് സ്പെഷ്യലൈസേഷൻ ഇവിടെ പറയുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സിലോ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ PM ആൻഡ് IRലോ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾ ഈ പറയുന്ന PG ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ MBA നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളൂ. അടുത്ത സേഫ്റ്റിയാണ്. സേഫ്റ്റിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി എഞ്ചിനീയറിങ്ങിലുള്ള എനി ഡിസിപ്ലിനിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ, അതായത് BR BTech പ്ലസ് നിങ്ങൾക്ക് എന്താണ് സേഫ്റ്റി ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിങ്ങിലുള്ള MEO അല്ലെങ്കിൽ MTechോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സാണെങ്കിൽ അത് വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസിന് കാര്യങ്ങളും പറയാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ പ്ലസ് എന്താണ് 2 ഇയർ ഡ്യൂറേഷനുള്ള ഒരു എക്സ്പീരിയൻസ് പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 1 ഇയർ ഡ്യൂറേഷനുള്ള ഇൻഡസ്ട്രിയൽ സേഫ്റ്റി കോഴ്സിലുള്ള ആ ഒരു ഡിപ്ലോമയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ ഡിപ്ലോമയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക ഭാഷയും അതുപോലെ ഇംഗ്ലീഷും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അത് തമിഴ് നമ്മൾ ചെന്നൈയിലാണ്, തമിഴും അതുപോലെ തന്നെ ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ അത് ഭാഷയുടെ പറയുന്നുള്ളൂ. ഇനി അടുത്തത് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കൊമേഴ്സിലോ അല്ലെങ്കിൽ എക്കണോമിക്സിലോ ഉള്ള ഡിഗ്രിയാണ്, ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷനാണ്. BComോ അല്ലെങ്കിൽ BA എക്കണോമിക്സോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ മെമ്പർഷിപ്പ് പറയുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് വേണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും പ്ലസ് 2 വർഷം ഡ്യൂറേഷനുള്ള MBA അല്ലെങ്കിൽ PG അല്ലെങ്കിൽ ഡിപ്ലോമ ഈ സ്പെഷ്യലൈസേഷനോട് കൂടി ഫൈനാൻസ് ബിസിനസ് എക്കണോമിക്സ് ഈ പറയുന്ന സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾക്ക് ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് MBA നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഏതായാലും മതി ഫസ്റ്റ് ക്ലാസ്സോട് കൂടി. ഓക്കെ, ഡിപ്ലോമയും MBA ആണെങ്കിലും ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് ജൂനിയർ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പോർട്ടാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ തന്നെയാണ്, BR BTech തന്നെയാണ് എനി ഡിസിപ്ലിൻ പ്ലസ് അതിൻ്റെ കൂടെ 2 വർഷം ഡ്യൂറേഷനുള്ള MBA അല്ലെങ്കിൽ PG ഡിഗ്രി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമയാണ് പറയുന്നത്. അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ഇവിടെ പറയുന്നുണ്ട്. മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ അല്ലെങ്കിൽ MBAയോ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഗ്രാജുവേഷൻ BR BTech എനി ഡിസിപ്ലിൻ ആയാലും കുഴപ്പമില്ല. പ്ലസ് നിങ്ങൾക്ക് ഇവിടെ സ്പെഷ്യലൈസേഷൻ ഇവിടെ പറയുന്നുണ്ട് ഏതായിരിക്കണം എന്നുള്ളത്. അത് മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഫോറിൻ ട്രേഡിലോ അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് ഓർ കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന MBA അതല്ലെങ്കിൽ PG ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിഗ്രി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ്. ഇനി അടുത്തത് നമുക്ക് ജൂനിയർ ടെക്നീഷ്യനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ NAC എന്ന് പറയുന്നത് നാഷണൽ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അപ്രൻറ്റിഷിപ്പ് നിർബന്ധമില്ല, നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് മതി. ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫിറ്റർ ജനറലോ അല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂളിലോ അല്ലെങ്കിൽ മെഷീൻ ടൂൾ മെയിൻ്റനൻസിലോ അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡൈ മേക്കറിലോ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനിയല്ല ഇതേ ട്രേഡിൽ തന്നെ അപ്രൻറ്റിഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് മെഷീനിസ്റ്റ് ആണ്. മെഷീനിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ITI വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മെഷീനിസ്റ്റിൽ ITI കഴിഞ്ഞവർക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പ് ആണെങ്കിൽ അത് അപ്രൻറ്റിഷിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത വെൽഡർ ആണ്. വെൽഡറിൽ നിങ്ങൾക്ക് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ NTC നാഷണൽ ട്രേഡ് NAC നാഷണൽ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഈ പറയുന്ന പോസ്റ്റിനൊക്കെ ഉണ്ടല്ലോ പ്രൊഡക്ഷൻ ക്വാളിറ്റി, അതായത് ജൂനിയർ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ 2 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണം. അപ്പോൾ നിങ്ങൾ അപ്രൻറ്റിഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. ഓക്കെ,
പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജൂനിയർ ടെക്നീഷ്യൻ ആണെങ്കിൽ ഇതിൻ്റെയും എന്താണ് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇതിൽ അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. അതായത് ITI കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ഉദ്ദേശിക്കുന്ന ഇവിടെ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. ഇനി SC/ST PWD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് 50% മാർക്ക് മതി കേട്ടോ. 10% അവർക്ക് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം 18 മാക്സിമം 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 31, OBC NCL ആണെങ്കിൽ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിനൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ അവർക്കുണ്ട്. എക്സ് സർവീസ്മാനും ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ജൂനിയർ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 30,000 പെർ മന്ത് കിട്ടും. ടെക്നീഷ്യൻ എന്ന് പറയുന്ന ITI ക്വാളിഫിക്കേഷനിലാണ് 21,000 പെർ മന്താണ് ലഭിക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നിങ്ങൾക്കൊരു മന്ത്ലി ഒരു കൺസൾട്ടേറ്റഡ് എമൗണ്ട് 3,000 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ മെഡിക്കൽ അതുപോലെ മറ്റു ഇൻഷുറൻസിൻ്റെ ഇതിനൊക്കെ ആയിട്ടുള്ള ടെലിഫോൺ ഫെസിലിറ്റിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ ക്യാൻറ്റീൻ ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അക്കമഡേഷൻ പോസിബിൾ ആണെങ്കിൽ അത് തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. സെലക്ഷൻ പ്രൊസീജിയറിൽ ജൂനിയർ മാനേജറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ എത്ര മാർക്ക് കിട്ടി അതിനനുസരിച്ചിട്ട് 85% അതിനാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളുടെ PG ഇതിലൊക്കെ കിട്ടിയിരിക്കുന്ന മാർക്ക് നോക്കും. അതിലേറ്റവും ഉയർന്ന മാർക്ക് ഉള്ളവർക്ക് ഒരു വെയിറ്റേജ് ഉണ്ട്. ആ ടോട്ടൽ 85% അതിന് കൊടുക്കും. പിന്നെ ഒരു 15% ഇൻ്റർവ്യൂവിന് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ സെലക്ഷൻ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ നല്ല മാർക്ക് ഉള്ളവർക്ക് ഇതിലേക്ക് എന്താണ് ഡയറക്റ്റ് ആ ഷോർട്ട് ലിസ്റ്റിൽ പെടും. ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ഇൻ്റർവ്യൂവിന് വിളിക്കും, അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇൻ്റർവ്യൂ 15% 15 മാർക്കാണ്. ഇപ്പോൾ 100 മാർക്കാണെങ്കിൽ 15 മാർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാകുക. അപ്പോൾ അത് നമ്മളെങ്ങനെ പെർഫോം ചെയ്യുന്നോ നമുക്കതിലേക്ക് കയറാൻ പറ്റും. ഇനി അടുത്തത് ജൂനിയർ ടെക്നീഷ്യൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 100% വെയിറ്റേജും നിങ്ങളുടെ ക്വാളിഫിക്കേഷന് കിട്ടിയിരിക്കുന്ന മാർക്കാണ്. അതായത് ITIക്കോ അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പിനോ കിട്ടിയിരിക്കുന്ന മാർക്കിനാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. വേറെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇതിൻ്റെ മാർക്ക് മാത്രമാണ് നോക്കുന്നത് ഇതിൻ്റെ ഫൈനൽ സെലക്ഷന്. പിന്നെ ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. അതിൽ നമ്മൾ ഒരുപാട് മാർക്ക് വാങ്ങണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ വെച്ച് അവർ ലിസ്റ്റ് തയ്യാറാക്കും. അതിൽ എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികളെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ. ഇനി എക്സ് അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ, അതായത് നിങ്ങളിപ്പം ഈ AVNL ഓൾറെഡി അപ്രൻറ്റീഷിപ്പ് മുൻപൊക്കെ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, AVNL ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഈ ഫൈനൽ എന്താണ് മാർക്കിൽ ഒരു 5 എക്സ്ട്രാ മാർക്ക് അവർ ആഡ് ചെയ്യും. 5 മാർക്ക് എക്സ്ട്രാ കൊടുക്കും ഒരു ബോണസായിട്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ് മുൻപ് AVNL വർക്ക് ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിലും ട്രേഡ് ടെസ്റ്റ് ആണെങ്കിലും ഒക്കെ ഈ പറയുന്ന എഞ്ചിൻ ഫാക്ടറി ചെന്നൈയിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്, അവാർഡിയിൽ വെച്ചിട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് ഇനീഷ്യലി 1 ഇയർ ഡ്യൂറേഷനിലേക്കാണെങ്കിലും അത് നിങ്ങൾക്കൂടെ കാണാം 4 ഇയേഴ്സ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് ഫീ അടയ്ക്കേണ്ടതൊക്കെ വേറെ രീതിയിലാണ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലൊരു അപേക്ഷാ ഫോം ഉണ്ട്, അതാണ് തരാം. അപേക്ഷാ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മളത് ഫില്ല് ചെയ്യുക. ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന അഡ്രസ്സ്, ഞാനിത് ആ റോസ് കളറിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, പോസ്റ്റലായിട്ട് ദ ചീഫ് ജനറൽ മാനേജർ എന്ന് തുടങ്ങിയിട്ട് എഞ്ചിൻ ഫാക്ടറി അവാർഡ് ചെന്നൈ 600554 എന്ന് പറയുന്ന ഈ പിൻകോഡിലേക്ക്, ഇതാണ് അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുക്കേണ്ട ഡേറ്റ് ഞാൻ പറയാം. ആ അയച്ചു കൊടുക്കുന്ന എൻവലപ്പിൻ്റെ മുകളിൽ എന്തൊക്കെ നമ്മളിതിൽ ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അയച്ചു കൊടുക്കുന്ന എൻവലപ്പിന് മുകളിൽ നമ്മൾ നെയിം ഓഫ് ദ പോസ്റ്റ് ഇതേപോലെ, ഓക്കെ, നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് എഴുതിയിട്ട് ഏത് പോസ്റ്റിലേക്കാണ്, ജൂനിയർ മാനേജറാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ജൂനിയർ ടെക്നീഷ്യനാണോ ഏതായിരിക്കും നിങ്ങളത് അവിടെ എന്ത് ചെയ്യണം, എഴുതണം. പ്ലസ് ഓക്കെ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ, ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഞാനിവിടെ വേറൊരു കളറിൽ മാർക്ക് ചെയ്തത് ഇതുപോലെ നിങ്ങൾ അവിടെ എഴുതണം. ഇവിടെ നെയിം ഓഫ് ദ പോസ്റ്റ് എന്നുള്ളത് നമ്മൾ ഏത് പോസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ അതിൻ്റെ പേര് എഴുതുക. എന്നിട്ട് അതിൻ്റെ കൂടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എന്ന് എഴുതിയിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എഴുതുക. അത് നമ്മൾ എൻവലപ്പിൻ്റെ മുകളിൽ, നമ്മളെ പോസ്റ്റൽ കാർഡിൻ്റെ മുകളിൽ എഴുതേണ്ടതാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്, 300 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST അതുപോലെ PWD എക്സ് സർവീസ്മാൻ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അതേക്ക് ഇത് കാറ്റഗറി ഉള്ളവരാണെങ്കിൽ അവർക്ക് ഫീ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ളവർക്കാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ ഫീ അടയ്ക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപേക്ഷാ ഫോം. ഈ അപേക്ഷാ ഫോം ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം AVNL റിക്രൂട്ട്മെൻറ്റ് 2025 താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ.
ഓക്കെ, താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൂടെ കാണാം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് സെയിം ലിങ്ക് തന്നെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണുക. അത് കണ്ട് നീ ഓടിയിടാണ്ട, താഴോട്ട് നോക്കുക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതാണ് അപ്ലിക്കേഷൻ ഫോം. പേജ് നമ്പർ ഏകദേശം 11 സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. 11, പേജ് നമ്പർ 12, ഓക്കെ 13. ഓക്കെ, 3 പേജ് ഉണ്ട് അപ്ലിക്കേഷൻ ഫോം കേട്ടോ. 3 പേജ് ഉണ്ട്. ആ 3 പേജ് നമ്മൾ പ്രിൻ്റ് എടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഫീ പേയ്മെൻറ്റിന് ഞാൻ ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ ഈ അപ്ലിക്കേഷൻ ഫോം ഒന്ന് വിവരിക്കാം. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക, പശ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ക്രോസ് ആയിട്ട് സൈൻ ചെയ്യുക കേട്ടോ. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ ആ പോസ്റ്റ് നെയിം കൊടുക്കുക. നിങ്ങൾക്ക് ബ്ലോക്ക് ലെറ്ററിൽ തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ എഴുതുക നല്ല രീതിയിൽ വൃത്തിയിൽ. അതൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ SLCയുടെ ഡീറ്റെയിൽസ് മുതൽ ഇങ്ങനെ എഴുതി പോരാ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി പോരാ. ഉള്ള ഡീറ്റെയിൽസൊക്കെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, ഇത് അപ്രൻറ്റീഷിപ്പിലാണ്. AVNൽ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പീരീഡ് ഓഫ് ടൈം ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ സ്കിപ്പ് അത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഇവിടെ കാണാം NTC or NAC. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അതായത് ITI കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു അപ്രൻറ്റീഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ITയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്, അപ്രൻറ്റീഷിപ്പിൻ്റെ അല്ല. ഇനി നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ITI ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്രൻറ്റീഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ITIയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നാഷണൽ അപ്രൻറ്റീഷിപ്പും ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഏതിൻ്റെ വെച്ചാൽ ITയുടെ ഡീറ്റെയിൽസ് ആണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ AVNൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കുന്നത്, ഇല്ല ബ്ലാങ്ക് ആക്കി വിടാം. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കണം. എന്നിട്ട് നിങ്ങളിവിടെ യെസ് ഓർ നോ, അതായത് നമ്മൾ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, SLC സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ, ഫോട്ടോ കോപ്പി. അപ്പോൾ അവിടെ നമ്മൾ യെസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അത് യെസ് എന്ന് കൊടുക്കാം. NCVT ഏതാർച്ച അതൊക്കെയാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വെക്കുന്നതിൻ്റെയൊക്കെ നിങ്ങൾ യെസ് എന്ന് കൊടുക്കാം. കാറ്റഗറി സർട്ടിഫിക്കറ്റ് വെച്ചാൽ റിസർവേഷനൊക്കെ ലഭിക്കില്ല. എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തിരക്കിയതായിരിക്കണം. അപ്പോൾ അവിടെ യെസ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഇനി അതുപോലെ PWD ആണെങ്കിൽ അവർ കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ നോക്കേണ്ട. എക്സ് സർവീസ്മെൻ്റ് കോളുണ്ട്, അതൊക്കെ നമ്മൾ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. നമ്മൾ നോ എന്ന് കൊടുത്താൽ മതി, നമ്മൾ വെക്കാത്തതൊക്കെ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണോ, മുകളിൽ പറഞ്ഞ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണോ വെച്ചതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് നമ്മൾ യെസ് എന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ 2 ഫോട്ടോ കോപ്പി വെക്കണം, പാസ്പോർട്ട് സൈസിൻ്റെ 2 കോപ്പി വെക്കണം. അതിൽ ഒന്ന് നമ്മൾ അതിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊന്ന്. പിന്നെ അത് കൂടാതെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഫോട്ടോ നമ്മൾ ഈ കവറിലിട്ട് കൊടുക്കണം. ഓക്കെ, അതിൽ പിൻവശത്ത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ പ്രത്യേകം എഴുതണം. അപ്പോൾ നമ്മൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ വേണം. ഒന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കുകയാണ്, എക്സ്ട്രാ ഒന്നുകൂടെ വേണം. ഓക്കെ, രണ്ടാമത്തെ ഫോട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എൻവലപ്പിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കാനാണ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ അതിൻ്റെ പിൻവശത്ത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതണം ഫോട്ടോയുടെ പിൻവശത്ത്. പിന്നെ നിങ്ങളുടെ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ, SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ നോ എന്ന് എഴുതിയാൽ മതി. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളോട് യെസ് എന്ന് എഴുതി അതിൻ്റെ കോപ്പിയും പടത്തിൽ വെക്കണം. ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, ഡേറ്റ് എഴുതുക, സിഗ്നേച്ചർ. ഇത്രയാണ് ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളിതാ നമ്മുടെ ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിനെ ഫീ പേയ്മെൻറ്റ് എന്നാണ് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ SBI കളക്റ്റിലാണ് വരിക. ഈ SBI കളക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ അവിടെ തന്നിട്ടുണ്ട്. PSU എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ, അപ്പോൾ SBIയിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് PSU എന്ന് കാണാം. നിങ്ങൾക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറയാം കേട്ടോ. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറയാം, വെയിറ്റ് ചെയ്യാം. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ആർമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നമ്മളിവിടെ സെർച്ച് എന്നുള്ള ഭാഗമുണ്ട് നിങ്ങൾക്കവിടെ, അവിടെ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ARMO എന്ന് അടിച്ചു കൊടുത്തപ്പം തന്നെ നമുക്കിതാ ഇവിടെ വന്ന് ലിസ്റ്റ് ചെയ്ത് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആർമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ് ഒന്ന് തെലുങ്കാനാണ് വന്നത്. രണ്ടാമത്തെ കൂടെ കാണാം ആർമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ് തമിഴ്നാട്. നമ്മൾ രണ്ടാമത്തെ തമിഴ്നാടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നോക്കണം കേട്ടോ, നിങ്ങൾ എടുക്കുമ്പോൾ ഫീ വെറുതെ അടിച്ച് പോരുത്. തമിഴ്നാടാണ് നമ്മൾ എടുക്കേണ്ടത്, അത് സെലക്ട് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഈ പേജ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്കിവിടെ കാണാം ആർമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ്. നിങ്ങൾക്ക് അഡ്രസ്സൊക്കെ ഇതാ കാണാം. അവിടെ അവാടി ചെന്നൈ കാണാം. ഓക്കെ, തിരുവല്ലൂർ അത് നമ്മൾ ഉറപ്പിക്കാം. നമ്മളൊന്നും പാടെ ഇതിൽ വരാം. ഇവിടെ കാണാം ആർമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ് തമിഴ്നാട് എന്നിവിടെ കാണാം.
ഇനി പേയ്മെൻറ്റ് കാറ്റഗറിയിൽ നമ്മൾ EFA എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് കാറ്റഗറിയിൽ EFA. ഇപ്പോൾ EFA ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ സെർച്ച് ചെയ്യാം. നമുക്കത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിവിടെ സെർച്ച് ചെയ്യാം. EFA ഫിക്സ്ഡ്, ഇതിലും നമുക്ക് റിസൾട്ട് കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ അതൊന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ഫിക്സ്ഡ് എന്നുള്ള അത് മാത്രം കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം EFA ഫിക്സ്ഡ് ടെനർ കോൺട്രാക്ട് അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അവിടെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ FT എന്നുള്ളത് കൊടുത്താൽ മതി. ഇതേപോലെ ഫിക്സ്ഡ് ടെനർ എന്നുള്ളത് കൊടുത്താൽ മതി. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, പേജ് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിട്ടുണ്ട്. പേയ്മെൻറ്റ് ഫോർ EFA എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോൺട്രാക്റ്റ് അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 22 ഓക്കെ, അതായത് മാർച്ച് 22 ഇതിൻ്റെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കതിൽ സെർച്ച് ചെയ്തിട്ട് നേരത്തെ കാണാഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ പോയാലും മാർച്ച് 22 ഉള്ളിൽ പോയാലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പേയ്മെൻറ്റിൻ്റെ ചെയ്യാനുള്ളവർ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 22 പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, മാർച്ച് 22 ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പോഴേ അപ്ലൈ ചെയ്യാം. ഫീ അടയ്ക്കാൻ ആവശ്യമില്ലാത്തവർക്ക് ഇപ്പോഴേ എന്ത് ചെയ്യാം, ഇത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാം. അപ്പോൾ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപേക്ഷ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 22. മാർച്ച് 22 നിങ്ങൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന EFA ഫിക്സ്ഡ് ചെയ്യണം എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. ആ സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാവുന്നതാണ്. സൂപ്പർ, നിങ്ങൾക്ക് ആ താങ്ക്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇനി ഞാൻ വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതും കൂടെ പറയാം. ഇതിൻ്റെ അപേക്ഷ നൽകാനുള്ള പോസ്റ്റലായിട്ട് അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 5 ഓക്കെ, ഏപ്രിൽ 5 ഉള്ളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ അത് അവിടെ എത്തണം കേട്ടോ. നമ്മുടെ അപേക്ഷ അവിടെ എത്തണം. ഏപ്രിൽ 5 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ 5/4/2025 നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്തണം. പിന്നെ ഇതിൻ്റെ അപേക്ഷ ഫീസ് സ്വീകരിച്ച് തുടങ്ങുന്നത് മാർച്ച് 22 കേട്ടോ. മാർച്ച് 22 പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മാർച്ച് 22 മുതലാണ് ഇതിൻ്റെ അപേക്ഷയുടെ പേയ്മെൻറ്റ് സ്വീകരിച്ച് തുടങ്ങുന്നത്. അപേക്ഷ പോസ്റ്റലായിട്ട് എത്തേണ്ട അവസാന തീയതി നിങ്ങൾക്ക് ഏപ്രിൽ 5 പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. താങ്ക്